കോഴിക്കോട് വലിയങ്ങാടിയിൽ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് 2 മരണം. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ബീച്ച് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷും ദിലിഷ തിലകനും ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, വല്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്, വല്ലാത്ത വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടതും പ്രതികരണങ്ങളാണ് കേട്ടതും. പറയൂ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? സ്മിത, അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വിവരമാണ്. അല്പസമയം മുൻപ് ഈ വലിയങ്ങാടിയിൽ നിന്ന്, കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് വലിയ തിരക്കുള്ള മേഖലയാണ്, അവിടെ നിന്ന് പുറത്തു വന്നത്. ഇവിടെ വളരെ പഴക്കം ചെന്ന പഴയ പാസ്പോർട്ട് ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണ്, അതിന്റെ മുൻഭാഗം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മേയർ ഒ സദാശിവൻ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പുതിയ സ്ഥാപനങ്ങൾക്ക് ഇവിടെ അനുമതി നൽകിയത്, എങ്ങനെയാണ് അവർ പ്രവർത്തനം തുടങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യങ്ങൾ അന്വേഷിച്ച് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിരിക്കുക അല്ലെങ്കിൽ ഫിറ്റ്നസ് നൽകിയിരിക്കുക ഇപ്പോഴല്ല, അത് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഭരണസമിതിയുടെ അല്ലെങ്കിൽ അതിന് മുൻപത്തെ ഭരണസമിതിയുടെ ഒക്കെ കാലത്തായിരിക്കണം. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും, വലിയ പഴക്കമുള്ള കെട്ടിടമാണ്, ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിന് ഒരു കാരണവശാലും തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലാത്തൊരു സ്ഥാപനമാണ്. കാരണം 10-60 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. സ്വാഭാവികമായിട്ട് ആ കെട്ടിടത്തിനുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുമുള്ള പഴക്കം കൊണ്ട് ഉള്ള എല്ലാ പ്രശ്നങ്ങളും ആ കെട്ടിടത്തിനുണ്ട്. അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ മുന്നിലിരുന്ന തൊഴിലാളികൾ 5 പേർക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മരിച്ച 2 പേരുടെയും മൃതദേഹം നിലവിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഉള്ളത്. ഇവർ ഇതിന്റെ നേരെ അഭിമുഖമായുള്ള ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവിടുത്തെ തൊഴിലാളികളൊക്കെ അതിന്റെ വലിയ വേദനയിലാണ്. ഇപ്പോൾ മേയർ ഒ സദാശിവം ഈ സംഭവ സ്ഥലത്തെത്തി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ശേഷം കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള പ്രതികരണം നടത്താമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാഥമികമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ തനിക്കും ലഭിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ 5 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ബീച്ച് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുന്നു. പിന്നീട് അവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. അതിൽ 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുതുതായി തുടങ്ങിയത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കെട്ടിടം വരെ, ഒരു കടമുറി വരെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രമേൽ ശോചനീയാവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൽ പുതിയ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും വലിയൊരു ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തിയ തൊഴിലാളികളാണ് ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസും ഫയർഫോഴ്സ് സംഘവും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തി അവരും കൂടി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു. ഈ സ്ലാബിന് മുന്നിൽ ഇരുന്ന ആളുകളൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. അവർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. നമുക്ക് അതിനടിയിൽ ഒരു ബൈക്കടക്കം 2-3 ബൈക്കുകൾ ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വലിയ സ്ലാബുകൾ, ഇത്രയും ഭാരമുള്ള സ്ലാബുകൾ സ്വാഭാവികമായിട്ടും ദേഹത്തേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, അതിന്റെ വ്യാപ്തി അത് എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വലിയ അനാസ്ഥ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 2 ജീവനുകൾ എടുക്കാൻ കാരണമായതിൽ ഒരു വലിയ പങ്ക് ഈ കോർപ്പറേഷന് കൂടിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ അത് പരിശോധിക്കണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ മേയർ സദാശിവം ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഈ പരിക്കേറ്റ ആളുകളെ സംബന്ധിച്ചാണ്. നമുക്ക് ദിലിഷ തിലകൻ കൂടി ബീച്ച് ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. വലിയങ്ങാടി അവിടെ നിന്നാണ് ദിലിഷ ചേരുന്നത്. ദിലിഷ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്ത വേദന, പേടി, ആശങ്കയൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു അപകടത്തിൽപ്പെട്ടത് കയറ്റിറക്ക് തൊഴിലാളികളാണ്. അവരവിടെ ആ സ്ലാബിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.